ഇന്ന് നമുക്ക് മയോണൈസ് പോള തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചിക്കൻ ഫില്ലിങ് കൊടുത്തിട്ടുള്ള വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു നല്ലൊരു പോളയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കൈകൊണ്ടൊന്ന് ചീകിയെടുക്കാം. കുറച്ച് വലിയ പീസസ് ആക്കി തന്നെ ചീകിയെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ജാർ എടുത്ത് ഇതിലേക്ക് 1 കപ്പ് മൈദ, 2 മുട്ട, 1 കപ്പ് പാൽ, 1 കപ്പ് ഓയിൽ, 4 വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് നെയ്യ് തടവി ബാറ്ററിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ചേർക്കാം. ബാക്കിയുള്ള മാവ് കൂടി ഒഴിച്ച് ഒരു സ്പൂണ് കൊണ്ട് മുഴുവനായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പോള ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.